സോഫോക്ലീസ് പറഞ്ഞിരിക്കുന്നത് അത്ഭുതങ്ങൾ അനേകമാണ്, എന്നാൽ മനുഷ്യനേക്കാൾ വലിയ അത്ഭുതം ലോകത്തില്ല എന്നാണ്. അതെ, മനുഷ്യനാണ് ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹായ്, ഇറ്റ്സ് മി ബിഷർ ഓൺ ബിഷർ ടോക്സ്. മനുഷ്യനേക്കാൾ വലിയ അത്ഭുതം ലോകത്തില്ല എന്ന് തന്നെ പറയാം. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് നമുക്ക് വേറൊരു ഭാഗം ചർച്ച ചെയ്യാം. അതിലുപരി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഓർഗൻസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇമ്മ്യൂൺസ് പവർ എത്രമാത്രം പവർഫുള്ളാണ് ഞാനും നിങ്ങളൊന്ന്. നമ്മുടെ ഹാർട്ട് വെറും 1.5 കിലോ മാത്രം തൂക്കം മാക്സിമം പോയാൽ വരുന്ന ഹാർട്ട് ഒരാളുടെ ജനനം 4 മാസം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ പ്രവർത്തിക്കുക. ഒരു ദിവസം 24 hours ആണ് വർക്ക് ചെയ്യുന്നത്. ലിറ്റർ കണക്കിന് 10,000 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം പമ്പ് ചെയ്യുകയാണ്. ആ പമ്പിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ഫീറ്റ് ഉയരത്തിലേക്ക് വെള്ളത്തെ തെറിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് കിണറിലുള്ള ഒരു മോട്ടർ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് അടിച്ചു പോകും അല്ലെങ്കിൽ കത്തിപ്പോകും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള ആ ഹൃദയം വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും അത് നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നാം ഇല്ല എന്നാണ്. നാം മരിക്കുന്നത് വരെ അത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരിക്കൽ പോലും അത് ചൂടാകുക, കത്തിപ്പോവുക, അത് കത്തിത്തെറിക്കുക സംഭവിച്ചിട്ടില്ല. നോക്കി എത്രമാത്രം അത്ഭുതമാണെന്ന്. 2 സെക്കൻഡിൽ നമ്മുടെ ശരീരത്തിൽ 2 മില്യൺ റെഡ് ബ്ലഡ് സെൽസുകളാണ് നിർമ്മിക്കപ്പെടുന്നത്. ഏകദേശം 60,000 കിലോമീറ്റർ ദൂരത്തേക്കാണ് ബ്ലഡ് സർക്കുലേഷൻ വിവിധ നാഡികളിലൂടെ നടക്കുന്നത്. അഥവാ നമ്മുടെ നാഡികൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഭൂമിയെ മൊത്തം ചുറ്റാൻ മാത്രം വലിപ്പമുള്ള നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ലങ്സ്, ഈ ലങ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സർഫേസ് ഒന്ന് നിവർത്തി വെക്കുകയാണെങ്കിൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ പകുതിയേക്കാൾ കൂടുതലുണ്ടാകുമെന്നാണ് സയൻറ്റിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ കണ്ണിന് 10 മില്യൺ ഡിഫറെൻറ്റ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന ലെൻസിനേക്കാൾ എത്രയോ കഴിവുള്ള, എത്രയോ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ചെറിയ കണ്ണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂക്ക്, നോസ് ശരിക്കും ഒരു എയർ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുക. തണുത്തത് കൊണ്ടുപോകുന്നു, ചൂടുള്ളത് പുറത്ത് കൊണ്ടുവരുന്നു. മാത്രമല്ല അവിടെ പ്യൂരിഫിക്കേഷൻ നടക്കുക നന്നായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കുട്ടി ജനിക്കുമ്പോൾ 270ഓളം ബോൺസ്, എല്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് അവന് പ്രായമാകുന്നതിനനുസരിച്ച് ഇവ അഡൽട്ട് ആകുന്നതിനനുസരിച്ച് 206 അസ്ഥികളായിട്ട് ചുരുങ്ങുക ചെയ്യുന്നത്. ഒരു അസ്ഥിക്ക്, ഒരു അഡൽട്ട് സാധാരണ ഒരു നോർമൽ പേഴ്സൻ്റെ ഒരു അസ്ഥിക്ക് ഒരു സ്റ്റീൽ കമ്പിയേക്കാൾ പവർഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറി ഉള്ളിൽ വർക്ക് ചെയ്യാണ്. എല്ലാം നമ്മൾ കഴിക്കുന്നതും നമ്മൾ കുടിക്കുന്നതുമായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അത് ബ്ലഡിലേക്കും നമുക്ക് ആവശ്യമായ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തേക്കൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് യൂറിനിലൂടെ പുറത്ത് കളയാൻ നടത്തുന്ന ചെറിയ പയറുമണിയുടെ വലിപ്പത്തിലുള്ള 2 കിഡ്നികൾ, അതിലൊരു കിഡ്നി തന്നെ മതി നമുക്കിതൊക്കെ ഈ വർക്കുകൾ, പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ. എത്രയോ കോടിക്കണക്കിന് എണ്ണം അരിപ്പകൾ അടങ്ങിയിരിക്കുന്നതാണ് ആ ചെറിയ പയറുമണി വലിപ്പത്തിലുള്ള നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വോക്കൽ കോഡ്സ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ചെറിയ കാറ്റ് ഇതിലൂടെ കടന്നു പോകുമ്പോഴേക്കും നാം അറിയാതെ മധുരമായ ശബ്ദം പുറത്തേക്ക് വരികയാണ്. നാം ശ്വസിക്കുന്നതും അതുപോലെ തന്നെ നാം കഴിക്കുന്നതും പോകുന്നത് ഒരേ വായിലൂടെയാണ്. പക്ഷേ ഇവിടെ എത്തുന്നത് നാം കഴിക്കുന്നതെങ്ങാനും നാം അറിയാതെ നമ്മുടെ ലങ്സിലേക്ക് പോയാൽ, ഓക്സിജന് പകരം നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം ലങ്സിലേക്ക് പോയാൽ അവിടെ തീർന്ന് എൻ്റെയും നിങ്ങളുടെയും ലൈഫ്. പക്ഷെ അവിടെ ഒരു ട്രാഫിക്, ലോകത്തെ ആദ്യത്തെ ട്രാഫിക് അവിടെയാണ് നിയമിച്ചിട്ടുള്ളത്. ആ ചെറിയ ട്രാഫിക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ പോർഷനാണ് അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ ലോകമാണ്. നാം നമ്മെ തിരിച്ചറിയാൻ, നമ്മെ മനസ്സിലാക്കാൻ, നാം നമ്മളിലേക്ക് തന്നെ നോക്കുക. ദി ക്രിയേഷൻ ഓഫ് ദി ക്രിയേറ്റർ, അതിൻ്റെ വണ്ടർ മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത്തരത്തിൽ നല്ല വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബിഷർ ടോക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അന്നന്ന് ചെയ്യുന്ന വീഡിയോകൾ കിട്ടാൻ, അപ്ഡേറ്റ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.